കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി നെടുമങ്ങാട് ആത്മഹത്യ ചെയ്ത മനോരമ ലേഖകൻ ആനാട് ശശിയുടെ ഭാര്യ ലത. ക്യാൻസർ കാരണമാണ് ശശി മരണപ്പെട്ടതെന്നാണ് വ്യാപകമായി പ്രചരിപ്പിച്ചത്. മാനസിക സമ്മർദ്ദം വന്നതാണ് മരണകാരണമെന്നും ബാങ്ക് പ്രസിഡന്റ് മോഹനൻ നായരും അതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നുവെന്നും ലത പറഞ്ഞു. ഞാൻ തൊഴുതു പറയുകയാണ്, ഇനിയെങ്കിലും ഈ ഒരു ശശിന് ക്യാൻസർ വന്ന് അങ്ങ് ഒളിച്ചോടി രോഗത്തെ ഭയന്ന് മരണത്തിലോട്ട് അങ്ങ് പോയി ആത്മഹത്യ ചെയ്തെന്നുള്ള ഈ പ്രസ്താവന ഇനി ആരും ഉണ്ടാവരുത്. എനിക്കത് കേട്ട് മറുപടി പറയാനും ഇനി അത് താങ്ങാനുമുള്ള കെൽപ്പില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഫയൽസ് ഇരിപ്പുണ്ട്, ആർക്ക് വേണമെന്ന് നോക്കാം. ഇല്ലാത്ത ഒരു രോഗത്തിനെ ഇങ്ങനെ വളരെ ഇത്രയും ഒരു വലിയ മുൾക്കിരീട് അദ്ദേഹത്തിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കണം. ആർക്ക് എന്ത് ദ്രോഹം ചെയ്തു ശശിയണ്ണൻ? എന്തായാലും അത് സംഭവിച്ചു, അവിടെ നിക്ഷേപിച്ചു. എന്നിട്ട് ഒരു മാസം പോലും പലിശ എന്ന് പറഞ്ഞ ഒന്ന് അവിടുന്ന് വാങ്ങിയിട്ടില്ല. അതാണ്, അങ്ങനെയെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രയോജനമെങ്കിലും പറ്റിയെന്ന് പറയാം. തിരുവനന്തപുരത്ത് നിന്ന് മാനസ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. മാനസ, അതായത് കോൺഗ്രസ് സഹകരണ സംഘത്തിൽ പണം നിക്ഷേപിച്ച് ആവശ്യപ്പെട്ട സമയത്ത് ആ പണം കിട്ടാതെ വന്നപ്പോഴാണ് അതിൻ്റെ മാനസിക സമ്മർദ്ദത്തിൽ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. പക്ഷേ എന്നിട്ടും കോൺഗ്രസുമായി ബന്ധപ്പെട്ടവർ പ്രചരിപ്പിച്ചത് ഈ മരണത്തിന് കാരണം ക്യാൻസർ രോഗമാണ് എന്ന തരത്തിലുള്ള പ്രചരണമാണ് അഴിച്ചുവിട്ടത്. അതിലുള്ള വലിയ മാനസിക ദുഃഖവും വേദനയുമാണ് ആ കുടുംബം പങ്കുവച്ചത്. തീർച്ചയായും മേഡം സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുൻപാണ് ആനാട് ശശിയുടെ ഭാര്യ ലത മാധ്യമങ്ങളെ കണ്ടത്. ഇക്കാര്യം തന്നെയാണ് ഭാര്യ സൂചിപ്പിച്ചത്. അതായത് മരണവുമായി ബന്ധപ്പെട്ട് വ്യാപക പ്രചരണം എന്ന് പറയുന്നത് ക്യാൻസർ രോഗത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നതാണ്. പക്ഷേ അത് അല്ല എന്ന് പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടുള്ള ഒരു മാധ്യമങ്ങളെ കണ്ടുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇത്തരത്തിൽ മുൻ പ്രസിഡന്റ് ആയിരുന്നു, അതായത് ആത്മഹത്യ ചെയ്ത മോഹൻ നായരും അതിന്റെ ഭാഗമാണെന്നാണ് തനിക്ക് തോന്നുന്നത്. അവർ പറഞ്ഞതിന്റെ വിശ്വാസത്തിലാണ് നിക്ഷേപം നൽകാനായി ആനാട് ശശി മുതിർന്നത്. മാത്രമല്ല 50 വർഷത്തോളമുള്ള സമ്പാദ്യമാണ് ഈ ബാങ്കിൽ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത്. അത് പിന്നീട് ബാങ്കിന്റെ പോക്ക് താഴ്ന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സഹായം അഭ്യർത്ഥിച്ച് അല്ലെങ്കിൽ നിക്ഷേപം തിരികെ ലഭ്യമാകണമെന്നത് ആവശ്യപ്പെട്ട് ആനാട് ശശി പ്രസിഡന്റ് മോഹനൻ നായരെ സമീപിച്ചത്. എന്നാൽ മോഹനൻ നായർ അത് ഉടൻ തന്നെ തിരികെ നൽകും എന്ന് വാഗ്ദാനം നൽകിയിരുന്നു. പിന്നാലെ മോഹനൻ നായരുടെ ആത്മഹത്യയാണ് ഇദ്ദേഹം, അതായത് ആനാട് ശശി, അറിയുന്നത്. അതിൽ മനംനൊന്താണ്. അതായത് 50 വർഷത്തെ സമ്പാദ്യവും നിക്ഷേപ തുകയുമായ ശരി മാനസ, വ്യക്തമാണ്, കാര്യങ്ങൾ വ്യക്തമാണ്. കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള ഈ പൈസയോടുള്ള ആർത്തിയുടെയും ഇത്തരത്തിലുള്ള നേതാക്കളുടെ തെറ്റായ നയങ്ങളുടെയും ഭാഗമായി ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞതിന്റെ ആ കുടുംബത്തിന്റെ വേദനയാണ് നമ്മളിപ്പോൾ കണ്ടത്.